ഒരു വെജിറ്റേറിയൻ ലഞ്ച് ബോക്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വെജിറ്റേറിയൻ ലഞ്ച് ബോക്സിനെക്കാട്ടിലും ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ലഞ്ച് ബോക്സ്. അപ്പോൾ ചോറ് പ്ലേറ്റിൽ വിളമ്പി വെച്ചു, പാത്രത്തിലോട്ട് നേരെ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് അളവറിയാൻ പറ്റും. അതിലോട്ട് നെയ്യ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഉപ്പ് ഇടുന്നില്ല കേട്ടോ. ഇത് തൈരും ചോറും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒലിക്കുമല്ലോ കുറച്ച്. പിന്നെ കൈകൊണ്ട് എടുത്ത് കഴിക്കുവാണ് ചെയ്യുന്നത്. ഉച്ചയാകുമ്പോഴേക്കും അത് മിക്കവാറും ഒലിച്ച് എത്രയൊക്കെ നന്നായി പാക്ക് ചെയ്താലും ഒലിക്കും. പിന്നെ ചൂട് ചോറിൽ തൈര് ഒഴിച്ച് കുഴയ്ക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഇങ്ങനെ വെജിറ്റേറിയൻ ലഞ്ച് ബോക്സ് ആയതുകൊണ്ടും കുറച്ച് ടേസ്റ്റ് കൂട്ടാനുമായിട്ട് ഇങ്ങനെ നെയ്യിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് അന്നത്തെ തോരൻ എന്താണോ, ഞങ്ങൾക്ക് 2 ഉപ്പേരിയാണ് ഉണ്ടാവാറ്, തോരനും മെഴുക്ക് പുരട്ടിയും. ഇന്നും അതേ വീട്ടിൽ തോരനും മെഴുക്ക് പുരട്ടിയും ഒരു കൂട്ടാൻ ഞങ്ങൾ വീട്ടിൽ കഴിക്കുവാണെങ്കിൽ ഒരു ഒഴിച്ചു കൂട്ടാനും കൂടെ കാണും. കോളേജിലോ സ്കൂളിലോ ഇതുവരെ ഇങ്ങനെ ഒഴിച്ച് കറി കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പം അതിൽ നമ്മൾ തോരനിട്ട് ഞാൻ ഫോർക്ക് എടുത്തു. അപ്പോൾ കുഴയാതെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയും കൂടെ 2 രീതി കാണിക്കുവാണ്. കൈകൊണ്ട് കുഴയ്ക്കാം, പക്ഷെ നല്ല ചൂടായിരിക്കും. കാരണം മിക്കവാറും 7 മണി 8 മണി ആ സമയത്തൊക്കെയല്ലേ നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ പോകുന്നത്. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. തോരൻ അതിൽ ഫുൾ മിക്സ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മളത് പാത്രത്തിലോട്ടാക്കുന്നു. ഇത് ഞാൻ പ്ലേറ്റിൽ കാണിക്കാൻ കാര്യം ചോറിൻ്റെ അളവും ചോറും തോരനും ഇടുമ്പോൾ ഉള്ള അളവും നിങ്ങൾക്കൊന്ന് ഐഡിയ കിട്ടാനാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ അത് കൂടുതലായി പോവും. അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ കാണിച്ചത്. അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ വെരി ഈസി, പാത്രത്തിൽ തന്നെ നമുക്ക് കണ്ണളവുണ്ടെങ്കിൽ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ മുകളിൽ മെഴുക്ക് പുരട്ടി, അന്നത്തെ മെഴുക്ക് പുരട്ടി എന്താണോ അത് അതിൻ്റെ മുകളിൽ വെക്കും. ഞാനിവിടെ ഒന്നും അധികം പറയുന്നില്ല. പിക്കിള് കൊണ്ടുപോകാറില്ല, പപ്പടമില്ല, മോരില്ല, തൈരില്ല, ഒന്നുമില്ല. ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് കാറിലായതുകൊണ്ട് നമുക്ക് ഒലിക്കണ്ടല്ലോ, ഞാൻ കാറിൽ തന്നെ വെച്ചേക്കും. ടിഫിൻ ബോക്സ് ഉണ്ണാൻ നേരത്തെ എടുക്കുകയുള്ളൂ. അപ്പം ഞാൻ മോര് വേറൊരു ഡബ്ബയെ കൊണ്ടുപോകുമായിരുന്നു. അല്ലെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇതെല്ലാം നല്ല ചൂടുമായിരിക്കും. ഇതെല്ലാം ആയി ഇത് പാക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്പൂൺ കൊണ്ടെടുത്ത് കഴിക്കാം. അപ്പം ഞാൻ കോളേജിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പം, സ്കൂളിലധികമില്ല കോളേജിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. കുറച്ച് വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ആലു പറാത്ത കൊണ്ടുവരുന്ന നോർത്ത് ഇന്ത്യൻസൊക്കെ. അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് അവർക്കിത് കൊടുക്കുന്നു, അവരുടെ ആലു പറാത്ത കഴിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ കൈ കൊണ്ട് കഴിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റീൽ സ്പൂണാക്കാം. പ്ലാസ്റ്റിക് സ്പൂൺ ഞാൻ ജാടയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടെ കുഴിയുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും. അപ്പം അതൊക്കെ തുറക്കുമ്പം ഇതിൻ്റെ നല്ല നെയ്യും ഇതുമെല്ലാം കൂടെ നല്ല മണം വരും. നമ്മുടെ നാട്ടിൽ AC ഒന്നും ഇല്ലല്ലോ, അന്ന് സ്കൂളിലോ കോളേജിലോ AC ഇല്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് നെയ്യിനൊന്നും സംഭവിക്കില്ല. പിന്നെ ഒന്നേന്ന് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 12:30ക്കും നല്ല ഒലന്ന് നല്ല ടേസ്റ്റായി നെയ്യിൻ്റെ മണവും ഒക്കെ ആയിട്ട് ഈസി ടു ഈറ്റ്. കുട്ടികൾക്ക് ചില ഉപ്പേരിയൊന്നും ഇഷ്ടമല്ലായിരിക്കും. ക്യാബേജ് തോരനൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ